ജയിൽ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ച ജയിലിലേക്ക് അയക്കുന്നത് രണ്ടാൾക്കാരെയാണ്. ഒന്ന് അൻസിബ, രണ്ട് സായി. അൻസിബ പവർ ടീമിന്റെ അധികാരങ്ങൾക്ക് മറുതലിച്ചു നിൽക്കുകയും പവർ ടീമിനെ വളരെ പുച്ഛത്തോടുകൂടി വിലയിരുത്തുകയും ചെയ്തു. മാത്രവുമല്ല, പവർ ടീമാണ് ഈ വീട്ടിലെ സർവാധികാരികൾ എന്നുള്ളത് ബിഗ് ബോസ് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ബിഗ് ബോസിന്റെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും എതിരായിട്ടാണ് അൻസിബ ചെറുത്തു നിൽക്കുവാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻസിബയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ്. കാരണം ഇനി വരുവാൻ പോകുന്ന പവർ ടീമുകൾക്കും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം വരാതിരിക്കുവാൻ വേണ്ടി ആ ചെയ്ത തെറ്റിനുള്ള കൃത്യമായ ശിക്ഷ ജയിൽ നോമിനേഷനാണ്. ഏകകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നു ജയിലിലേക്ക് അൻസിബയെ വിടുവാൻ വേണ്ടി പവർ ടീം. അടുത്തതായിട്ട് സായിയാണ്. സായിക്ക് 8 വോട്ടുകളാണ് ലഭിച്ചത്. ഋഷി, പൂജ, ശരണ്യ, ജാൻമണി, ജിൻഡോ, ശ്രീരേഖ, അൻസിബ, ശ്രീതു, ഇത്രയും ആൾക്കാർ, ഈ 8 ആൾക്കാരും സായിയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. പ്രധാനമായിട്ടുള്ള കാരണം ബിഗ് ബോസിന്റെ വളരെ പ്രാധാന്യതയുള്ള ഒരു റൂളിനെ വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് പുറത്തുനിന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ പുറം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയിച്ചു. ഇനിയും പ്രത്യേകിച്ച് പുറത്തു നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പറയാനില്ല. ആ രീതിയിൽ എല്ലാം തുറന്നടിച്ചതുകൊണ്ട് തന്നെ സായിക്ക് അതിനുള്ള ശിക്ഷ ലഭിച്ചേ മതിയാവൂ എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രവുമല്ല, സായിക്ക് ജയിലിൽ പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഓരോ ആൾക്കാരോടും പോയി സായി ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു പോലും എൻ്റെ പേരൊന്ന് പറയണം എന്ന്. ഇവിടെ ശ്രീരേഖ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ സായി ഇങ്ങോട്ട് പറഞ്ഞു തരികയായിരുന്നു, ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ബിഗ് ബോസിൻ്റെ റൂളിനെ ഞാൻ വയലേറ്റ് ചെയ്തതുകൊണ്ട് അത് പറഞ്ഞിട്ട് എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ജിൻഡോ ആണ് രസകരമായൊരു തീരുമാനം പറഞ്ഞത്. ജിൻഡോ പറയുന്നത് സായി അത്ര പോരാ, സായിയിൽ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല, സായി ഒന്ന് ആക്റ്റീവ് ആകാനുണ്ട്, അതിനുള്ള ഏക പരിഹാരം ജയിലാണ്. ജയിലിൽ പോയിട്ട് വരുമ്പോഴേക്കും സായി ഉഷാറാകും. ഞാൻ ജയിലിൽ പോയതാണ്, ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയ മാറ്റമാണ് ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഒന്ന് ജയിലിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും സായി ഓക്കെ ആകും, അതാണ് പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ട് സായിയെ ഞാൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് ജിൻഡോ പറഞ്ഞു. ജാസ്മിനും അഭിഷേക് ശ്രീകുമാറും സായിയും സിബിനും കൂടി അഭിഷേക് ജയദീപിന്റെ പേരാണ് പറഞ്ഞത്. പക്ഷേ മൈനോറിറ്റി ആയി പോയതുകൊണ്ട് അഭിഷേക് ജയദീപിനെ പരിഗണിക്കുവാൻ കഴിഞ്ഞില്ല. അഭിഷേക് ജയദീപ് വന്ന് നോമിനേറ്റ് ചെയ്തത് അഭിഷേക് ശ്രീകുമാറിനെയാണ്. അപ്പോൾ തന്നെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് നന്ദനയും വന്നു. എന്തായാലും അൻസിബയെയും സായിയെയും ജയിലിൽ അയക്കുന്നതിനെ കുറിച്ചുള്ള അടുത്ത തീരുമാനങ്ങൾ ബിഗ് ബോസ് പിന്നാലെ അറിയിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുകയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.